തോമസ് സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്, മിക്കവാറും സംസാരിക്കുന്ന വിഷയം ഫലസ്തീനാണ്. നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു പുതിയ കൺസേൺ ആണ്. എല്ലാ രാജ്യങ്ങളുടെയും സമാധാന പ്രേമികളുടെയും ഒക്കെ ഒരു കൺസേൺ ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ഇന്നത്തെ 2 വാർത്തകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ സാറിൽ നിന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ വക്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഈ കൊല്ലം മുഴുവൻ ആര് പറഞ്ഞാലും, UN പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും UK പറഞ്ഞാലും ഞങ്ങൾ നിർത്തൂല. കാരണം ഇത് അവസാനിപ്പിച്ചേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. മിനിമം 7 മാസം ഞങ്ങൾക്ക് വേണ്ടത് ഫിനിഷ് ചെയ്യാൻ. ഞങ്ങൾ വളരെ വെൽ കാൽക്കുലേറ്റ് ആയിട്ട് നീങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് 2024 ഇസ്രായേൽ യുദ്ധം നിർത്തുകയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന ഷോക്കും അതുണ്ടാക്കുന്ന പ്രതികരണങ്ങളും വിചിത്രമാണ്. അതിലേറ്റവും വിചിത്രമായ പ്രതികരണം വന്നിട്ടുള്ളത് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ്റെ പക്ഷത്തു നിന്നാണ്. ഉർദുഗാൻ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അറബ് ലോകത്തെ സുൽത്താൻമാരെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെ കിടന്നാണ് ഉറങ്ങുന്നത്, നിങ്ങളിത് കേൾക്കുന്നില്ലേ? അദ്ദേഹം ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനെ വിട്ടാൽ മതിയോ, നിങ്ങളെന്താണ് അനങ്ങാത്തത്? ഇദ്ദേഹത്തെ കൊണ്ടാവില്ല, ഇസ്രായേലിനെ കൊണ്ട്, തുർക്കിയെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പോൾ അറബ് ലോകത്തോട് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ചടിക്കേണ്ട സമയമായില്ലേ? ഇസ്രായേലിന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ മിണ്ടാത്തത്? ഈ 2 സംഭവങ്ങളാണ് ഇന്നത്തെ ആഗോള വാർത്താ പ്രധാനപ്പെട്ട കാര്യം. സാറ് വളരെ സൂക്ഷ്മമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക്, കൃത്യമായി കമൻറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് സാറിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ്? അതായത് നമ്മളെപ്പോഴും താലിബാൻകാരെ കുറ്റം പറയാറുണ്ട്. പക്ഷേ താലിബാൻ നേച്ചറുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ റജബ് തയ്യിബ് ഉർദുഗാനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തികളൊക്കെ ഈ സെഞ്ചുറി, ഈ നൂറ്റാണ്ടിന് ചേർന്നതല്ല. ഇപ്പോൾ ഹാജിയ സോഫിയയുടെ പ്രശ്നം അങ്ങനെ അതുണ്ടായിരുന്നു, അത് ആൾക്കാർ പറഞ്ഞ് നിർത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഓരോ ക്രിസ്ത്യൻ പള്ളികൾ എടുക്കുകയാണ്. ചോരാ ചർച്ച് എന്ന് പറഞ്ഞാൽ പുതിയത്. അപ്പം ഇതൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയല്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യണ്ടായിരുന്നതാണ്. പക്ഷേ ഈ നൂറ്റാണ്ടിലും ഈ പണി ചെയ്യാൻ പറ്റിയ ഇത് ചെയ്യാൻ പോകുന്ന ഒരേ ഒരാളുള്ളൂ ഇപ്പോൾ ഈ വേൾഡ് ലീഡേഴ്സിൽ. അതിൽ ഒരാൾ ഈ ഉർദുഗാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് അത്രയും ലെവലിലേക്ക് പോയി. വേറെ ആരും ഇപ്പം അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാറില്ലല്ലോ. നമ്മളിപ്പോൾ വേറൊരു മതത്തിൻ്റെ സ്ഥാപനം പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഭരണകൂടം ഒരിക്കലും ചെയ്യൂല. തുർക്കി ഒട്ടും ചെയ്യാൻ പാടില്ല. തുർക്കിക്ക് അതിൻ്റെതായ മാറിയാണെങ്കിലും അതിൻ്റെതായ കൾച്ചറുണ്ട് ഭാരമായ. പക്ഷെ പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൽ പാഷയുടെ കാലം തൊട്ട് മിലിറ്ററിയുടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ കുറച്ച് റാഷണലായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഈ പള്ളികളോടൊക്കെയുള്ള പുള്ളിയുടെ സമീപനം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്രായേലായിട്ട് എതിർപ്പുണ്ടാവും. ഇസ്രായേലിനോട് ഒരു ഇസ്ലാമിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം കാണുന്നത്. ബാക്കി പക്ഷേ അറേബ്യൻ കൺട്രീസൊക്കെ പലതും ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരുപാട് മാറി. സൗദി അറേബ്യ തന്നെ എന്തുമാത്രം മാറ്റം. പിന്നെ അതേപോലെ UAE ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. സോ ഈസ് ഈജിപ്റ്റ്. ഇപ്പോൾ ഈജിപ്തിൽ ശരിക്കും പഴയ മുഹമ്മദ് മോർസി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. പക്ഷെ മുഹമ്മദ് മോർസി പോയത് എർദോഗാൻ അല്ലെങ്കിൽ ഉർദുഗാന് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു തുർക്കിയുടെ ചരിത്രത്തിൽ പട്ടാള ഭരണകൂടമായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെക്കാൾ, അല്ലെ, ഭരണകൂടത്തെക്കാൾ പലപ്പോഴും അങ്ങനെയായിരുന്നു. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണല്ലോ പദ്ധതി. അപ്പോൾ പിന്നെ ഈ തുർക്കിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is something called Armenian genocide. ജനോസൈഡിൻ്റെ വലിയ ചരിത്രമാണ്. അപ്പോൾ പറയപ്പെടുന്നത് 15 ലക്ഷം അർമേനിയൻ ക്രിസ്ത്യൻസിനെ കൊന്നു എന്നാണ് പറയുന്നത് അവിടെ അന്നത്തെ കാലത്ത്, ഈ അർമേനിയൻ ജനസൈഡിൻ്റെ കാലത്ത്. അതുകൊണ്ടാണ് അവരെയൊക്കെ ഈ ഓട്ടോമൻ ടർക്സിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ബ്രിട്ടനുണ്ടായ പ്രചോദനങ്ങളിൽ ഒന്നതായിരുന്നു, ഈ ജനസൈഡായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചില പ്രവർത്തികൾ അവർക്കുണ്ട്, ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഈ ബീജങ്ങൾ അതെ ഇപ്പോഴും ഒരു പണി ചെയ്യുന്നുണ്ട്. അസർബൈജാൻ്റെ കൂടെ നിന്നിട്ട്, അസർബൈജാൻ്റെ തൊട്ടടുത്ത് ബോർഡറിൽ ബിറ്റ്വീൻ അർമേനിയ ആൻഡ് ഈ പറഞ്ഞ അസർബൈജാൻ്റെ ബോർഡറിൽ കുറച്ച് ഒരു ഏരിയ ഉണ്ടായിരുന്നു. തുർക്കി പിടിക്കുകയല്ല, അവിടെ ക്രിസ്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യൻസിനെ മുഴുവൻ അവിടെ നിന്ന് കുറേ നാൾ പട്ടിണിക്കൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് കളഞ്ഞു. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നത് എർദോഗാന്.
അപ്പോൾ എർദോഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തനി ഇസ്ലാമിസ്റ്റ് നേച്ചറിൽ ഉള്ള ആളാണ്. ടോളറൻസും അതെ, ഇസ്ലാമിസ്റ്റ് ആവുന്നു എന്നുള്ളതിലേറെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ സ്വന്തം രാജ്യത്ത് തന്നെ ഒട്ടും ടോളറൻ്റ് അല്ല. ഒട്ടും ടോളറൻ്റ് അല്ല. അത് മാത്രമല്ല, ഇപ്പം ഈ ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ വന്ന ഒരു പ്രത്യേക ചേഞ്ച് ഉണ്ട്. വിച്ച് ദേ കോൾ IIW എന്ന് പറയുന്നിട്ടൊരു ഏർപ്പാടുണ്ടല്ലോ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, ഇസ്രായേൽ. W എന്ന് പറഞ്ഞാൽ UAE, US. അങ്ങനെ ഇവർ ഈ 4 കൺട്രീസും കൂടി ചേർന്ന് അവിടെ റോഡ് നിർമ്മാണവും മറ്റു രീതിയിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു യോജിച്ച പദ്ധതിയിലേക്ക് ഇവർ വന്നായിരുന്നു. എവിടെ? മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ. ഇപ്പോ സൗദിയിൽ നടക്കുന്ന കൺസ്ട്രക്ഷനിൽ മേജർ പാർട്ട് ഇസ്രായേൽ കമ്പനീസ് ആണ്. അതെ. അപ്പോൾ ഈ പാകിസ്ഥാനും ചൈനയും കൂടി അവിടെ റോഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ റോഡും അതേപോലെ മറ്റ് ഡെവലപ്മെൻറ്റ്സിനൊക്കെ ഈ IIW എന്ന് പറയുന്ന കോമ്പിനേഷൻ കൂടിച്ചേരുന്നൊരു ഘട്ടം വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ ഇസ്രായേലുമായിട്ട് കൂടിച്ചേരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഹമാസിനെയും PLOയും അല്ലെങ്കിൽ പാലസ്തീൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ തീരില്ലാതെ വരും. ഇല്ലാതെ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ തോതിലെങ്കിലും അഭയം കൊടുക്കുന്നത് ഇപ്പൊ ഖത്തർ മാത്രമാണ്. GCCയിൽ ഖത്തർ മാത്രം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഖത്തറും അൽ ജസീറയും കൂടി കുറെ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ എനിക്ക് 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, ഇപ്പോൾ ഉർദുഖാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ബധിരകർണങ്ങളിൽ പതിക്കുക എന്നാണ് ഞങ്ങൾ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഡഫിയേഴ്സിലല്ലേ ചെല്ലുള്ളൂ. കാരണം ആരാണത് കേൾക്കേണ്ടത്? അറബ് ലോകം എങ്ങനെ കേൾക്കാനാണ്? അറബ് ലോകം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൂട്ടാളികളോ ബെനിഫിഷ്യറീസോ ഒക്കെയാണ്. വൈ നോട്ട്? ഇസ്രായേലിന്റെ കഴിവ് എഞ്ചിനീയറിംഗ് രംഗത്ത്, സാങ്കേതിക രംഗത്ത്, ടെക്നോളജിയിൽ, ITയിൽ, ഈവൻ അഗ്രികൾച്ചറിൽ അവരുടെ മാതൃക അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ പിന്നെ ആ അറബ് രാജ്യങ്ങളോട് ഉർദുഖാൻ പറയുകയാണ് നിങ്ങൾ ഇവനെ ശരിപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ. അത് മാത്രമല്ല, ഇപ്പം ഈ ഇസ്രായേൽ ഹമാസ് ആ ഒരു കോണ്ടെക്സ്റ്റിലല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അറബികളാണ് ഏറ്റവും വലിയ വിക്ടിംസ് ഈ ഇറാൻ്റെയും ഹമാസിൻ്റെയും ഹെസ്ബുള്ളയുടെയും ഇതൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയും അതേപോലെ യമനും കൂടി നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. 2.5 ലക്ഷം പേരായിട്ട് കൊല്ലപ്പെട്ടു എന്നാണ് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, യമൻ ഇപ്പോൾ ഒരു എൻറ്റിറ്റി ഇല്ല. യമൻ എന്ന രാജ്യത്തെ ഇവർ 3 പേരും കൂടി വീതിച്ചെടുത്തിരിക്കുകയാണ്. ഇറാനും സൗദി അറേബ്യയും UAEയും കൂടി. കാരണം അത് അതിന്റെ കാര്യം, ഇത് അടിസ്ഥാന കാര്യം ഇറാൻ ഉണ്ടാക്കി കൊടുത്ത ഈ ഹൂത്തി തീവ്രവാദികളാണ് ബേസിക് റീസൺ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സംഭവിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ കൂട്ടത്തിൽ ഉർദുഖാൻ മറന്നു പോകുന്നുണ്ടാവും. ഈ ഉർദുഖാന്റെ മനസ്സ് ഒരു കാലത്ത് ഇസ്രായേലിന്റെ ഫലസ്തീൻ്റെ സമീപ പ്രദേശത്തെ അറബ് രാജ്യങ്ങൾക്ക് മൊത്തം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെ ഇരകളാണ് സത്യത്തിൽ ഫലസ്തീനികൾ. ആണല്ലോ. ഇസ്രായേൽക്കാരെ 48 തൊട്ട് അംഗീകരിക്കാതെ പോയതാരാണ്? ആരാണ് 6 ഡേ വാർ 67 തുടങ്ങി വെച്ചത് ആരാണ്? ഒരിക്കലും ഇപ്പോൾ ഓസ്ലോ കരാർ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അത് ഒപ്പിടുന്നതിനും അംഗീകരിക്കുന്നതിനും ആരായിരുന്നു എതിര്? 10-75 കൊല്ലമായി ഈ ഫലസ്തീൻ ജനതയെ ഈ അരക്ഷിതാവസ്ഥയിലേക്ക്, അരാജകാവസ്ഥയിലേക്ക് വിട്ടതാരാണ്? ആ അറബ് ലോകത്തോട് അവരാണല്ലോ. 5 രാജ്യങ്ങൾ ചേർന്നല്ലേ ഇസ്രായേലിനെ ആദ്യമായിട്ട് ആക്രമിക്കാൻ പോയത്. അന്ന് മുതൽ തോറ്റുകൊണ്ടേയിരിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല, ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അവരുടെ വിൽ പവർ, അവർ ലോകത്തിൻ്റെ ശ്രദ്ധയും സൗകര്യവും നേടിയെടുക്കുന്നതിലുള്ള അവരുടെ വിജയം, അപാരമായ കഠിനാധ്വാനം, അങ്ങനെയൊക്കെ എത്തിച്ചേർന്ന ഒരു രാജ്യത്തെ ഇപ്പോൾ 48-ന് മുമ്പുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് ഇനിയും ഉർദുഖാനെ പോലുള്ള ഒരു ഭരണത്തലവൻ, ഒരു രാഷ്ട്രത്തലവൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ മണ്ടത്തരം എത്രയാണ്? അത് ഒറ്റ കാര്യം ഉപകാരം ചെയ്യുള്ളൂ. ഈ ചാവേറുകൾക്ക് ഗുണം ചെയ്യും ഈ സ്റ്റേറ്റ്മെൻറ്റ്. അറബ് ലോകത്തെ കൂടി ചീത്ത വിളിച്ചുകൊണ്ട്, ഇതുവരെ ഇസ്രായേലിനെ അമേരിക്കയൊക്കെ ചീത്ത വിളിച്ചിരുന്നതിന് പോലെ ഒരു ആൻറ്റി ഇസ്രായേൽ വികാരത്തിന് പകരം ഒരു ആൻറ്റി അറബ് രാജ്യങ്ങൾക്കെതിരായ ഒരു വികാരം കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നല്ലാതെ എന്താ അതുകൊണ്ട് ഫലം ഉണ്ടാവുക? ഇനി ഓൺ ദ അതർ സൈഡ് മറ്റേതും കൂടി നമുക്ക് കൂട്ടത്തിൽ ചർച്ച ചെയ്യാം സാർ. ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാൻഡ്, ഞങ്ങൾ യുദ്ധം നിർത്തി, സീസ് ഫയറിനില്ല, ഇനി ഞങ്ങളോട് ആരും ഉപദേശിക്കാൻ വരണ്ട. അത് എത്ര വമ്പനായാലും, അമേരിക്ക വന്ന് പറഞ്ഞാലും UN വന്ന് പറഞ്ഞാലും UK വന്ന് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ.
എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിനെ ഒരു ആഗോള സമൂഹം എങ്ങനെ കാണാനാണ് സാധ്യത സാർ? നമുക്കും മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പണി പകുതിയാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും മിസൈൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവിടെ ഇവർക്ക് ഇഷ്ടം പോലെ പൈസ UN നിന്നും അമേരിക്കയിൽ നിന്നും ഈവൻ ഇന്ത്യയിൽ നിന്ന് വരെ കിട്ടുന്നുണ്ട്. പൈസ അല്ല, ഇസ്രായേലിനും കിട്ടുന്നുണ്ട്, അതേപോലെ പാലസ്തീനും കിട്ടുന്നുണ്ട്. പാലസ്തീനിന് കിട്ടുന്ന പൈസ എന്താ കാണിക്കണേ അവരെന്നുള്ളതൊരു പ്രശ്നമാണ്. ഈ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടാക്കലും മിസൈൽ ഉണ്ടാക്കലും, ഈ ടണൽസ് എത്രയുണ്ട്, അതിനുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും ഇത് വന്നു. ഒഫീഷ്യൽ ഗവൺമെന്റ് ഇപ്പോൾ മഹമ്മൂദ് അബ്ബാസിന്റെ ഗവൺമെന്റ് ഇതിനെതിരാണ്, ഇവരുടെ ആക്ടിവിറ്റീസിനെതിരാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ റോളില്ല അല്ലേ പലസ്തീൻ? അല്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ ഇവരിങ്ങനെ 10 ഇസ്രായേലികളെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം മുഴുവനും ഹമാസിൻ്റെ കൂടെ കൂടും. ഇദ്ദേഹത്തെ കൊണ്ട് ഫത്ത അല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള പോലെയാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ ഇസ്രായേൽ ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയായിരിക്കും എപ്പോഴും പണി. ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ബാധിച്ചു നിൽക്കുന്നു കഴിഞ്ഞ കുറേ കാലം, ജനറേഷൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടല്ലേ. ആ ഒരു അവസ്ഥ, ആ മാനസിക മൈൻഡ് സെറ്റിനെ മാറ്റാൻ ലോക സമൂഹത്തിന് എന്തെങ്കിലും ഇപ്പോൾ അതിനകത്ത് ചെയ്യാനുണ്ടോ? ഇനി വല്ലതും ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാമായിരുന്ന ഘട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി സന്ദർഭങ്ങളൊക്കെ. ഇപ്പോൾ ഏതായാലും ലോക കോടതി അടക്കം ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണെങ്കിൽ പിന്മാറണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് വകവയ്ക്കുന്നില്ല. ആ രീതിയിൽ കാണുമ്പോൾ ഒരു പ്രയാസമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഫ്രം പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നിർത്തിപ്പോയി. ഇപ്പോൾ അവർ അല്പസ്വല്പം കൺസെഷൻ കാണിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഈ ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കാമല്ലോ. അതെ, അത് ചെയ്യുന്നു. അതൊന്നും ചെയ്യണില്ല. ഈ ആൾക്കാർ മരിക്കുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഹോസ്റ്റേജസിന് ഇപ്പോഴും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, അത് വെച്ചാൽ കൊന്നു തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരിൽ ഒരു അയവും വരുത്തിയിട്ടില്ല. അതിലൊരു ഇതുമില്ല. ഞങ്ങള് ഇപ്പോൾ സീസ് ഫയറിന് റെഡിയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സീസ് ഫയറിന് ആദ്യം ചെയ്യേണ്ടത് ഈ ബന്ദികളെ വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല വേറൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഒരു സമയം കിട്ടി ഹമാസിന്, കയറി 1000-1200 പേരെ കൊന്നു. ആ പോണ വഴിക്ക് ഇവരെ സ്ത്രീകളെയൊക്കെ ബലാത്സംഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആ രീതിയിൽ ഇസ്രായേൽ അവിടെ പോയി പ്രവർത്തിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇസ്രായേലിന് കപ്പാസിറ്റി ഇല്ലേ വാസ്തവത്തിൽ? റഫേൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷെ അങ്ങനത്തെ പ്രവർത്തികൾ അവർ ചെയ്യണില്ല. പിന്നെ അവർ ഇതിനു മുമ്പ് ഇതേപോലെ ഇത്രയും വലിയ ആക്രമണമല്ല, ചെറിയ തോതിലുള്ള മിസൈൽസൊക്കെ വിടുന്ന കാലത്ത് ഹമാസിൻ്റെ ഓഫീസ് അവർ ബോംബിട്ട് തകർക്കാറുണ്ട്. ബോംബിട്ട് തകർക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അറിയിക്കും. അതിനുശേഷം അവിടെ പാംഫ്ലെറ്റ്സ് ലഘുലഘുകളൊക്കെ വിതരണം ചെയ്യുന്നത് ഇന്ന ബിൽഡിംഗ് ഞങ്ങൾ തകർക്കാൻ പോവാണ്, ഇന്ന ബിൽഡിംഗ് തകർക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലെ ആൾക്കാർ ഈ കാഴ്ച കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. നോട്ടീസ് കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ, ജീവൻ രക്ഷപ്പെടുത്തി പോകേണ്ടവർക്ക് പോകാനുള്ള അവസരം കൊടുത്തിട്ട് ഇസ്രായേൽ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ? അതോ പക്ഷേ ഇപ്പോഴത്തെ യുദ്ധമല്ലേ അല്ലേ? അതായത് ഇപ്പോൾ ടെററിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഹമാസ് എന്നുള്ള വ്യത്യാസമില്ല, അവരെല്ലാവരുടെയും കൂടെ കലർന്ന് നിൽക്കാല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹ്യൂമൻ ഷീൽഡ് ഓൾസോ വിൽ ബി കിൽഡ്. അതാണ് സംഭവിക്കുന്നത് അല്ലേ. ഈ സാഹചര്യത്തിലാണ് വേറൊരു രാജ്യം യുദ്ധം ചെയ്യണമെങ്കിൽ ഇസ്രായേൽ കാണിക്കുന്നതൊക്കെ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അല്ലെങ്കിൽ പിന്നെ യുദ്ധം അവസാനിപ്പിക്കുക. അതാണ് പറയുള്ളൂ അല്ലേ. ഇഫ് വി വേർ ദേർ ഇൻ ദി പ്ലേസ് ഓഫ് ദം എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, ഏത് രാജ്യത്തിന് ഈ അവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പുൽവാമയിൽ ആക്രമണം നടന്ന CRPF അവിടുത്തെ കുറേ പോലീസുകാരെ കൊന്നുകളയേതാണ്ട് ചെയ്തു. ഇന്ത്യ പോയി അങ്ങോട്ട് പാകിസ്ഥാനിൽ ബാലക്കോട്ടിലടിച്ചു. ബാലക്കോട്ടിലടിച്ചത് പെൺകുട്ടിയുണ്ടോ ആൺകുട്ടിയുണ്ടോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അടിക്കടിയാണ് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും അതൊക്കെ തന്നെ. ഇപ്പോൾ ഇതേപോലെ ആക്രമിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇതേ ചെയ്യുള്ളൂ. എനിവേ, ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത, ഞങ്ങൾ തീർത്തേ അടങ്ങും എന്ന് ഇസ്രായേൽ, തടുക്കാൻ എവിടെ അറബ് ലോകം എന്ന് ഉർദുഗാൻ. അറബ് ലോകം ഇവരുടെ ഇറാന്റെ ഒക്കെ ഒരു വ്യക്തിമാണ് അറബ് ലോകം. അതെ, തീർച്ചയായിട്ടും. അത് അറബ് ലോകം എന്ത് പറയുന്നു എന്നും
ലോകം ഈ രണ്ട് പ്രതികരണങ്ങളെ എങ്ങനെ കാണുന്നു എന്നുമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിൻ്റെ പ്രതികരണത്തിന് കാത്തിരിക്കാം. നമുക്ക് പറയാം, നമ്മളും പല കാര്യങ്ങളിലും ലോകം എന്ന പോലെ, ഇസ്രായേൽ എന്ന പോലെ നമ്മളും നിസ്സഹായരാണല്ലോ. ആ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.